പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അറിവ് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ തൂണാണല്ലോ. ആ അറിവനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമല്ലോ. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ലാഹു തആല മുത്ത് റസൂലുള്ളാഹിനോട് ഖുർആനിൽ പറഞ്ഞല്ലോ. ഈ സാഹിത്യോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് പലരിൽ നിന്നും പണം സ്വരൂപിച്ചിട്ട് നാടിൻ്റെ പല ദിക്കിലുള്ള കൂട്ടുകാരായ SSFന്റെ പ്രതിഭകളെ കൊണ്ടുവന്നിട്ട് അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ടാലന്റ് ഏത് വിഷയത്തിലാണോ അത് നമ്മുടെ മുന്നിൽ അവർ പ്രകടിപ്പിക്കുമ്പോൾ അവരിലൂടെ പുതിയ പുതിയ പ്രഭാഷകർ രൂപപ്പെടുന്നു, അവരിലൂടെ പുതിയ പുതിയ എഴുത്തുകാർ രൂപപ്പെടുന്നു. അങ്ങനെ ഈ സാഹിത്യോത്സവിൽ കേവലം ഒരു പാട്ടിൻ്റെയോ അതല്ലെങ്കിൽ കേവലം ഒരു ദഫിൻ്റെയോ വേദിയാകാതെ ഇതും ഒരു അറിവനുഭവത്തിൻ്റെ വേദിയായി മാറുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, സാഹിത്യോത്സവിന് വേണ്ടി ഉത്സാഹിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഈ നെട്ടൂരിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ കാരണവന്മാരും SYSന്റെ യുവജനങ്ങളും SSFന്റെ കൂട്ടുകാരും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തല്ലോ. നമുക്ക് അല്ലാഹു തആല തന്ന യുവത്വം, ഈ യൗവനം അല്ലാഹു തആല നാളെ എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, അവിടുത്തെ സുന്നത്തിന്റെ ഹയാത്തിന് വേണ്ടി നമ്മുടെ ഓരോ സെക്കൻഡുകളും വിനിയോഗിച്ചാൽ, നമ്മളൊരു പണ്ഡിതനാണെങ്കിൽ, നമ്മളൊരു പഠിതാവാണെങ്കിൽ, മന്ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്റു ഫാഇലിഹി, നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റൊരാളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മുൻസഫിലുള്ള ആളിൻ്റെ നിസ്കാരം എന്തോ ഒരു ബാത്തിലാകുന്ന എന്തോ ഒരു പ്രവർത്തനം കണ്ടു, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണെന്ന് കണ്ടാൽ അത് തിരുത്തി കൊടുക്കാനുള്ള ഇൽമ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്താൽ, നമ്മൾ പറഞ്ഞു കൊടുത്ത ഇൽമനുസരിച്ച് അദ്ദേഹം പിന്നീട് ആ അമല് ചെയ്യുകയും ചെയ്താൽ, അത് അദ്ദേഹം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ, ഇവരെല്ലാം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലം അണമുറിയാതെ പറഞ്ഞു കൊടുത്ത വ്യക്തിക്കും അല്ലാഹു കൊടുക്കുമെന്നല്ലേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സമയം നമുക്ക് പഠിക്കാനുള്ള സമയമാണ്, നല്ലോണം അധ്വാനിച്ച് കണ്ടെത്താനുള്ള സമയമാണ്, അറിവനുഭവങ്ങൾ ജീവിതത്തിൻ്റെ മേൽവിലാസങ്ങളാക്കാനുള്ള സമയമാണ്. SSFന്റെ കുട്ടികൾ അവരുടെ കയ്യിലേക്ക് സമ്മാനങ്ങൾ കിട്ടിയ സമയം അവരുറക്കെ വിളിച്ചു പറഞ്ഞു ഖുലൂ തക്ബീർ എന്ന്. ഒരു സന്തോഷത്തിന് വേണ്ടി അവർ വിളിച്ചു. ആ വിളിയിൽ അവരുടെ യുവത്വത്തിന്റെ പ്രസരിപ്പ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ യൗവനത്തിന്റെ തുടിപ്പും മിടിപ്പും നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ചെലവഴിക്കണം. കണ്ടില്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ആവിർഭാവമാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർഖം ഇബ്നുൽ അർഖം എന്നവരുടെ വീട്ടിലാണ്, സ്വകാര്യ പ്രബോധനത്തിലാണ്. അവിടത്തേക്കാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുന്നത്. ഇന്നലകളിൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിൽ ഒരുപാട് സമ്മാനം പറഞ്ഞിട്ടുള്ള മക്ക മുശ്രിക്കീങ്ങളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുന്നത്. ആ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വന്ന സമയത്ത് മുത്തുനബിയോട് ചോദിച്ചു, അല്ലയോ ഹബീബായ നബിയേ,
എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത്? എന്തിനാണ് തനിച്ചിരുന്നു കൊണ്ട് സ്വകാര്യ പ്രബോധനം നടത്തേണ്ടത്? നമ്മളെല്ലാവരും മലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, നമ്മളെല്ലാവരും സത്യത്തിന്റെ മാർഗത്തിലല്ലയോ തങ്ങളെ? നമ്മുടെ പക്കൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് സ്വകാര്യമായിരിക്കേണ്ടത്? കൂട്ടുകാരെ, ഏതാണ് ഈ സമയമെന്നറിയുമോ? പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ അവതരിച്ച സമയമാണത്. അർഖമബുനുൽ അർഖമിന്റെ വീട്ടിൽ മുത്തുനബിയും ചുരുക്കം സ്വഹാബത്തുമുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന മുത്തുനബിക്ക് ഓതിക്കൊടുക്കണത് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, വളരെ നല്ല ലബ്ദത്ത രൂപത്തിലുള്ള ഖുർആൻ പാരായണം. ലികുല്ലി ശൈഇൻ അറൂസ് വഅറൂസുൽ ഖുർആനി സൂറത്തുർ റഹ്മാൻ. ഓരോ വ്യക്തികൾക്കും ഓരോ പെണ്ണിനും പുതിയാപ്പിളമാരുണ്ടെന്ന് പറയുന്നല്ലോ. പുതിയാപ്പിളമാർക്ക് വളരെ പദവിയും സ്നേഹവും കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ ഖുർആനിന്റെ അറൂസായിട്ട് പരിചയപ്പെടുത്തിയതാണ് സൂറത്തുർ റഹ്മാൻ. ഈ സൂറത്തുർ റഹ്മാൻ അവതരിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, ആരാണ് സൂറത്തുർ റഹ്മാൻ കഅബത്തിന്റെ സമീപത്ത് പോയിട്ട് പാരായണം ചെയ്യുക? കഅബാലയത്തിന്റെ സമീപത്ത് ചെന്നിട്ട് ആരാണ് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത്? ആ സമയത്ത് മുത്തു റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, ഹാ അന യാ റസൂലല്ലാഹ്, ഞാൻ പോകാം നബിയേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ കുറിയ മനുഷ്യനാണ്. പാതിരാത്രികളിൽ മുത്തുനബി തങ്ങൾ എവിടത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്ക് തണുത്ത രാത്രിയിൽ മുത്ത് റസൂലുള്ള വുളു എടുക്കാൻ നിൽക്കുന്ന സമയം വെള്ളമെടുത്തു കൊടുക്കാൻ പോകുന്ന വഴിയിലേക്ക് ചെന്നിട്ട് റസൂലുള്ളാന്റെ പാദരക്ഷ വെച്ചു കൊടുക്കാൻ നിൽക്കുന്ന സന്തത സഹചാരിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കഅബാലയത്തിന്റെ സമീപത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് സൂറത്തുർ റഹ്മാൻ പാരായണം തുടങ്ങി. അപ്പോഴാണ് അബൂജഹൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ ചെവിയങ്ങ് മുറിച്ചു കളഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവി അറുത്തു കളഞ്ഞു. അറുക്കപ്പെട്ട ചെവിയുമായി രക്തമൊഴുകുന്ന ചെവിയുമായിട്ട് നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു. കരയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ. ചോദിച്ചു, എന്താണ് ഇബ്നു മസ്ഊദേ? അതേ നബിയെ, എൻ്റെ ചെവി അറുത്തു കളഞ്ഞു സൂറത്തുർ റഹ്മാൻ ഓതിയതിൻ്റെ പേരിൽ. അള്ളാന്റെ റസൂല് വല്ലാതെ വിഷമിച്ചു. അവിടുത്തെ ഉമിനീരങ്ങ് പുരട്ടിക്കൊടുത്തു. ചെവിയുടെ ഭാഗം ശിഫയായി പോയി. ഇത് കണ്ടിട്ട് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരങ്ങ് ചിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള ചോദിച്ചു, മാ ലഹിഖത യാ ജിബ്രീൽ, എന്തിനാണ് ജിബ്രീലേ നിങ്ങളിപ്പോൾ ചിരിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ കാത് മുറിച്ച് കളഞ്ഞ ആ കശ്മലന്റെ കൊടിയ കൃത്യത്തിൽ തങ്ങളെന്തേ ചിരിച്ചത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, കല്ലാ ലഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസ്വയാ. ഈ ആയത്തോതിയിട്ട് പറഞ്ഞു, നബിയേ, പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ചെവിയല്ലേ അറുത്തു കളഞ്ഞിട്ടുള്ളൂ, ഈ അബൂജഹലിന്റെ തല മുഴുവനും പിഴുതു കളയുന്ന ഒരു സമയം വരാനുണ്ട്. അതാലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്. ബദർ യുദ്ധം നമുക്കോർമ്മയില്ലേ? ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ആരംഭ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ തക്ബീർ ചൊല്ലിയ ആവേശം വരട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തെ കൂടെയുള്ള ചുരുക്കം സ്വഹാബത്തുമായിട്ട് ബദറിലേക്ക് ചെല്ലുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് തലേ ദിവസം രാത്രി പോയിട്ട് ഇവിടെ അബൂജഹൽ വീഴും, ഇവിടെ ഉത്ബത്ത് വീഴും, ഇവിടെ വലീദ് ബിൻ മുഗീറ വീഴും. ഓരോരുത്തരും കൊല്ലപ്പെട്ട് വീഴുന്ന സ്ഥലങ്ങളെ കാലേ കൂട്ടി മുത്തുനബി അടയാളപ്പെടുത്തി കൊടുക്കുന്നു. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. നാളത്തെ കാര്യം ഇന്ന് തന്നെ പറഞ്ഞു തരാൻ പറ്റിയ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലുണ്ട്. അത് പറഞ്ഞ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ആത്മധൈര്യം കൊടുക്കുകയാണ്. പേടിക്കണ്ട. പറയപ്പെട്ട സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം അബൂജഹലിന്റെ കാലിന് വെട്ടേറ്റ് നിലത്തോട്ട് വീഴുന്ന സമയം അന്ന് ചെവി മുറിച്ച സൂറത്തുർ റഹ്മാനിന്റെ പേരിൽ ചെവി മുറിക്കപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഓടി വന്നിട്ട് തലയങ്ങറുത്തു കളഞ്ഞു. ഈ രംഗം കാലേ കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ്. കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസ്വയാ. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നത്, അവലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലേ, നേരിന്റെ പക്ഷത്തല്ലേ? SSFകാരെ പല പ്രമേയങ്ങളും നമ്മൾ വായിച്ചിട്ടില്ലേ? നേരിന്റെ പക്ഷത്ത് നെഞ്ചുറപ്പോടെ നിന്നവരല്ലേ നമ്മള്? സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ നിന്നവരല്ലേ നമ്മള്? ഓരോ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമ്മുടെ നേതൃത്വം നമുക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുമ്പോ അതേറ്റെടുത്ത ചെറുപ്പക്കാരല്ലേ നമ്മളെ? നമ്മുടെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടന്നങ്ങ് എഴുന്നേറ്റ് നിന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നു. സത്യപ്രബോധകനായിട്ട് റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പേരിൽ മുത്തു റസൂലുള്ളാഹിനെ വകവരുത്താൻ ചുറ്റും കൂടി നടക്കുന്ന മക്കയിലെ കശ്മലന്മാർ, അവർക്കിടയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുന്നത്. ദാറുന്നദവയിലാണ് അക്രമികളുള്ളത്. അർഖം ഇബ്നുൽ അർഖമിന്റെ വീട്ടിലാണ് മുത്തു റസൂലുള്ളാഹിയുള്ളത്. അവിടത്തെ സമീപത്തേക്ക് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ധീരപ്രഖ്യാപനമാണ്. സത്യമുണ്ടെങ്കിൽ എന്തേ പറയാൻ മടിക്കേണ്ടത് തങ്ങളെ? നമുക്ക് പോയാലോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിനോട് സമ്മതം വാങ്ങി. ഒരു ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, മറ്റൊരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, കൂട്ടത്തിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങൾ. അങ്ങനെ ഓരോ സ്വഹാബിമാരും റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ പിന്നിൽ മക്കയുടെ മരുപ്പറമ്പിലൂടെ നടന്നു പോകുന്ന സമയത്ത് കല്ലെറിഞ്ഞവർ, കൂക്കി വിളിച്ചവർ, തെറി വിളിച്ചവർ, മർദ്ദിച്ചവർ, സുമയ്യ ബീവി അടക്കം മക്കയുടെ മരുപ്പറമ്പിൽ പച്ചയായിട്ട് കൊന്ന കശ്മലന്മാർ
അവർക്കിടയിലൂടെ റസൂലുള്ളയും സ്വഹാബത്തും നടന്നു പോകുമ്പോ മുന്നിൽ കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവരുടെ മുന്നിൽ കണ്ടപ്പോൾ ബേജാറ് കൊണ്ട് പലരും മടങ്ങിപ്പോയി. സ്വഹാബത്ത് പിൽക്കാലത്ത് പറയാറുണ്ടായിരുന്നു, മാസാലനാ അഇസ്സതൻ മുൻദു അസ്ലമ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് മുതലാണ് ഞങ്ങൾക്ക് വലിയ ഇസ്സത്ത് കിട്ടിയത്, അഭിമാനം കിട്ടിയത്. ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഒരു വ്യക്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന സ്ഥാനമുണ്ടല്ലോ. അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത്. ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെ, അത് കഴിഞ്ഞിട്ട് നാഷണൽ തലങ്ങൾ വരെ ഈ സാഹിത്യോത്സവം മാറ്റുരക്കുമ്പോൾ ഓരോ സാഹിത്യോത്സവ കഴിയുമ്പോഴും അത് സംഘടിപ്പിച്ച നാട്ടുകാരെ, അതിൽ സംഘടിച്ച പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇതിൻ്റെ വിത്തബായിട്ട് ഇതിൻ്റെ തുടർച്ചയായ പ്രവർത്തനം നമ്മളിലുണ്ടാവണം. ഇതിൻ്റെ തുടർച്ചയാവണം നമ്മുടെ പ്രവർത്തനം. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം ഇതിലൂടെ രൂപപ്പെടണം. ഈ നാട്ടിൽ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ സാഹിത്യോത്സവിലൂടെ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ വന്നത് മുതൽ അല്ലാഹുവിൻ്റെ റസൂല് വിളിച്ചല്ലോ, അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ നേരും നെറികേടും മനസ്സിലാക്കിയിട്ട് നേരിൻ്റെ കൂട്ടുകാരനായതിൻ്റെ പേരിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന വ്യക്തിക്ക് ഉമറുൽ ഫാറൂഖ് എന്ന സുന്ദരമായ പേര് റസൂലുള്ള കൊടുക്കുന്നത്. ഓ കൂട്ടുകാരെ, ഇസ്ലാം അങ്ങനെ സ്ഥാനം കൊടുത്തതോ, ഇസ്ലാം അങ്ങനെ ബഹുമാനം കൊടുത്തതോ കേവലം വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ വ്യക്തിയിലൂടെ സമൂഹത്തിന് ലഭ്യമാകുന്ന, സമൂഹത്തിന് ആവശ്യമാകുന്ന, ദീനിനുപകരിക്കുന്ന കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ്. നിങ്ങൾ കണ്ടോ, ഉമർ തങ്ങൾ ഇസ്ലാം പുൽകിയത് മുതൽ അവിടുത്തെ ജീവിതത്തിൻ്റെ ശൈലി മാറിയില്ലേ? പാവപ്പെട്ട മുത്തു റസൂലുള്ളാഹ് മാശബാലു മുഹമ്മദിൻ സലാസത അയ്യാം, മുത്തുനബിയുടെ കുടുംബം 3 ദിവസത്തിലധികം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചൊരു ചരിത്രം പറയാനില്ല. ആ റസൂലുള്ളാന്റെ കൂടെ നടന്ന്, ആ റസൂലുള്ളാന്റെ സഹയാത്രികനായി, അവിടുത്തെ സഹായിയായി കൂടെ നിന്നപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്കെല്ലാമെല്ലാമായപ്പോൾ പല രാത്രികളിൽ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന സമയം ഒരു വഴിയിൽ മുത്തുനബി ഇറങ്ങിയാൽ അടുത്ത വഴിയിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ടാകും, തൊട്ടടുത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമുണ്ടാകും. കാരണം എന്തേ? അവരുടെ സന്തോഷത്തിലും അവരുടെ സന്താപത്തിലും അവർ പരസ്പര പൂരകങ്ങളാണ്. മുത്തുനബിക്ക് വിശക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് വിശക്കുന്നു, മുത്തുനബിക്ക് പനി ബാധിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പനി ബാധിക്കുന്നു. എന്തേ കാരണോ? എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ട് ചെറിയൊരു മുറിവ് പറ്റിയതിൻ്റെ പേരിൽ ആ ഭാഗം ഒരു പഴുപ്പ് വന്നുപോയി. ആ പഴുപ്പ് വന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവനും പനി ബാധിച്ചു പോയി. എൻ്റെ ഈ കൈ മുതൽ എൻ്റെ ശരീരം വരെ ഒരു ചെറിയൊരു മുറിവിൻ്റെ പേരിൽ മുഴുവനായിട്ടും ബുദ്ധിമുട്ടുമ്പോൾ സ്വന്തം ശരീരത്തിനേക്കാൾ അല്ലാഹുവിൻ്റെ റസൂലിനെ അങ്ങ് ഇഷ്ടപ്പെട്ട
കേട്ടപ്പോൾ അത് റിയലായിട്ട് അവരുടെ ജീവിതത്തിൽ അങ്ങ് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ല പ്രയാസവും നേരിട്ടാൽ ആ പ്രയാസം അതവരുടെ പ്രയാസവുമായി മാറുന്നു. അത്രയും ഒരു മഹബത്തിന്റെ ലോകത്തേക്ക് വരുത്തുകയാണ്. ബദറിന്റെ തലേ ദിവസം രാത്രി റസൂലുള്ളയും സ്വഹാബത്തും ആൽബലം കുറവ്, അംഗബലം കുറവ്, സാമഗ്രികൾ കുറവ്, ഭക്ഷണ സാധനങ്ങൾ തീരെയില്ല. വിശന്നൊട്ടിയ വയറുമായിട്ട് വന്ന് പലരും നോമ്പുകാരായിട്ട് വന്ന് ആ ബദറിന്റെ തലേ ദിവസം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അല്പദൂരം നടന്നു വന്നവരല്ലേ നമ്മൾ, അല്പം വിശ്രമിക്കണ്ടേ? ആരാണ് ഇന്നത്തെ രാത്രി ഉറങ്ങാതെ ഈ ടെന്റുകൾക്ക് കാവല് നിൽക്കുക? എല്ലാവരും സമദൂരം സഞ്ചരിച്ചവരാണ്, ഒരുപോലെ ക്ഷീണമുള്ളവരാണ്. ആ കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എഴുന്നേറ്റു നിന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, തങ്ങൾ ഉറങ്ങിക്കോളോ, കൂട്ടുകാരെ നിങ്ങളും ഉറങ്ങിക്കോളോ, ഞാൻ നിങ്ങൾക്ക് കാവലാവാം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ രാത്രി മുഴുവനും അവിടെ കാവല് നിൽക്കുന്നു. പിൽക്കാല ചരിത്രം പറയുന്ന സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവരിൽ ആരാണ് ഏറ്റവും ശജാഅത്തുള്ള വ്യക്തി എന്നുള്ള ചർച്ച നടക്കുമ്പോ എല്ലാവരും പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണെന്ന്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അല്ല, ജീവിതത്തിലെ രണ്ടനുഭവങ്ങൾ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ, അവിടത്തെ രണ്ടനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന കാലത്തോളം സിദ്ദീഖ് തങ്ങളെപ്പോലത്തൊരു ശജാഅത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അതേതാണെന്നറിയുമോ? ബദറിന്റെ താഴ്വാരത്തിൽ ശത്രുക്കൾ ആയുധക്കോപ്പുകളുമായിട്ട് വന്നിരിക്കുന്നു. 300 ചില്ലാനം മാത്രം വരുന്ന സ്വഹാബത്തും വളരെ ക്ഷീണിച്ചിരിക്കുന്ന റസൂലുള്ളയും അവരാ മലയുടെ മുകളിൽ തമ്പടിച്ചു നിൽക്കുന്നു. ഏത് സമയത്തും അക്രമം സംഭവിച്ചേക്കാം. ആയുധമില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് നല്ല ധൈര്യത്തോടെ നിൽക്കണമല്ലോ. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ നിന്നോളാം, തങ്ങൾ ഉറങ്ങിക്കോ. എല്ലാവരെയും ഉറക്കിയിട്ട് ആൾക്കൂട്ടങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ ഏകാന്തനായിട്ട് മുത്തു റസൂലുള്ളാഹിക്ക് സെക്യൂരിറ്റിയായി നിൽക്കാനുള്ള അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ ശജാഅത്തുണ്ടല്ലോ, ആ ധൈര്യമുണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കവിടത്തോടൊപ്പം ശജാഅത്ത് എന്നെ പറയാൻ പറ്റൂല. രണ്ടാമത്തെ സമയം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വഫാത്തിന്റെ സമയമാണ്. ആ വഫാത്തിന്റെ സമയത്ത് പലരും ഭ്രാന്ത് പിടിച്ചുപോയി, പലരും മരണപ്പെട്ടു പോയി, പലരും ബോധരഹിതരായി പോയി. എന്തേ കാരണോ? ജീവനു തുല്യം, അതല്ല അതിനേക്കാളപ്പുറം മുത്തു റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ച ആ സ്വഹാബത്തിന് ഹബീബിന്റെ വിടവാങ്ങൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, എൻ്റെ മുത്തുനബി വഫാത്തായെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുന്നു. പരിസരത്തേക്കാരും പോകാതിരിക്കുന്നു. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നത്, ബഹുമാനപ്പെട്ടവര് പറയാണ്, വല്ലാഹി ലാ യജ്മഉ അലൈക മൗതതൈൻ. അതേ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ
ഈ പ്രഖ്യാപനം കേൾക്കുന്ന സമയത്താണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. റസൂലുള്ളാന്റെ അതരങ്ങളിലേക്ക്, റസൂലുള്ളാന്റെ ചെവിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചുണ്ടുവെച്ച് പറയുന്നു, യാ റസൂലല്ലാഹ് വല്ലാഹി ലാ യജ്മഉ അലൈക മൗതതൈൻ. തങ്ങൾക്കായിട്ട് 2 മരണം അല്ലാഹ് ഉണ്ടാക്കിയിട്ടില്ല. തങ്ങൾക്കല്ലാഹ് ഒരു മരണമേ നിശ്ചയിച്ചിട്ടുള്ളൂ. അവിടുന്ന് വഫാത്തായിട്ടുണ്ടല്ലോ നബിയേ. ഇതങ്ങ് പറയുമ്പോഴേക്ക് ഒരു ചെറിയ കുഞ്ഞനെ പോലെ വാടിത്തളർന്നങ്ങ് വീണുപോയില്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ബഹുമാനപ്പെട്ടവര് വന്ന് വെളിയിലേക്ക് വന്നിട്ട് പറയുന്നു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലായ മുത്തുനബിയെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുത്തുനബി വഫാത്തായിട്ടുണ്ട്. അതേ സമയത്ത് മൻ കാന യഅബുദു റബ്ബ മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ റബ്ബിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ഹയ്യുൽ ഖയ്യൂമാൻ.